ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ജേണി വിത്ത് ജസ്റ്റിൻ്റെ കാഴ്ചകൾ എന്ന് പറയുക കലവണയിലുള്ള ഈ കാണുന്ന ഏഷ്യൻ പേൾ ബൊഫയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാൻകൂവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഈ കലവണയിലേക്ക്, അപ്പോൾ ആ വന്ന വഴിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ ബൊഫെ കാഴ്ചകളിലേക്ക് അങ്ങ് പോകാം. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇന്ന് യാത്ര തുടങ്ങിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ഏർലി മോർണിംഗിലായിരിക്കും. ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട നീളം കൂടിയ ഹൈവേകളിൽ ഒന്നായിട്ടുള്ള ട്രാൻസ് കാനഡ ഹൈവേ കൂടാണ് നമ്മളുടെ യാത്ര. ഇതാണ് കാനഡയുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ഹൈവേ എന്ന് പറയുക. ഈ ഹൈവേയുടെ ഒരു പ്രത്യേകത വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. പഴയ നമ്മളുടെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ ഒരു നെടുനീളൻ ഹൈവേ കൂടി നമ്മളിങ്ങനെ ദൂരത്തേക്ക് നോക്കി പാടവരമ്പത്തൂടെയും കൃഷി സ്ഥലങ്ങളുടെയൊക്കെ സൈഡിൽ കൂടെ യാത്ര പോവുകയാണ്. സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ അധികം കൃഷിപ്പാടങ്ങളാണ്. നമ്മൾ ആ ദൂരത്തായിട്ട് കാണുന്നതാണ് മൗണ്ട് ബേക്കർ. US-ൻ്റെ ഭാഗമായിട്ടുള്ള മൗണ്ട് ബേക്കറാണത്. അപ്പോൾ ഏത് സമയത്തും അവിടെ സ്നോ ഉണ്ട്. അതായത് എത്ര സമ്മറിലാണെങ്കിലും അവിടെ സ്നോ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും, നമുക്ക് കാണാൻ പറ്റും. ഇത് സ്ഥിതി ചെയ്യുന്ന US-ലാണെന്നുണ്ടെങ്കിലും കാനഡയിൽ നിന്നാണ് നമുക്ക് ഈ കാഴ്ച മനോഹരമായിട്ട് കാണുക. വാൻകൂവറിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൗണ്ടൻ കാണാൻ പറ്റും. നല്ല ഉയരമുള്ള ഒരു മൗണ്ടനാണ്. അപ്പോൾ അത് കാരണം എല്ലായിടത്തും ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കിട്ടും. സൺലൈറ്റിലുണ്ട്, നല്ല പൊളിയാണ് ആ ഒരു കാഴ്ച. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ചെറുകെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ട്രാഫിക് ഉണ്ട്. താമസിച്ചിറങ്ങി കഴിഞ്ഞുള്ള ഒരു പ്രശ്നം ഇതാണ്. ട്രാഫിക് ജാമിനകത്ത് പെട്ട് നമ്മളിങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ്. സൈഡിലായിട്ട് കുറേ അധികം പശു വളർത്തൽ കേന്ദ്രമാണ്. ഡയറി ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള പശുക്കളൊക്കെ ഇങ്ങനെ ഹൈവേയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ കിലോമീറ്റർ സ്പീഡ് 100 ആണെങ്കിലും ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഏകദേശം ഒരു 50-60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ട്രാഫിക് ജാം കാരണമാണ്. കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. ഈ സൈഡിലായിട്ട് കാണുന്നതാണ് കനേഡിയൻ റെയിൽവേയുടെ ഗുഡ്സ് ട്രെയിനാണ്. അപ്പോൾ ഈ ഹൈവേയുടെ പാരലായിട്ടാണ് ഇവിടെ റെയിൽ ലൈൻ പോവുക. പുറകിലായിട്ട് കാണുന്ന മൗണ്ടൻസ് ഒക്കെയാണ് നമ്മളുടെ ഈ വാൻകൂവറിനെ ഈ ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഇത്ര മനോഹരിയായിട്ട് നിർത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. നമുക്ക് നാട്ടിൽ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ മൗണ്ടൻ കൊണ്ട് കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ലോവർ മെയിൻലാൻഡിനെ സൂക്ഷിച്ചു നിർത്തുന്നത്. അപ്പോൾ ആ ഒരു മലഞ്ചരുവിൽ കൂടെയൊക്കെയാണ് നമ്മളുടെ യാത്ര പോവുക. അപ്പോൾ ട്രെയിൻ കുറേയധികം നീളമുണ്ട്. അതിങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടും അതിങ്ങനെ പാസ് ചെയ്ത് തീർന്നില്ല. അപ്പോൾ ഇന്ന് നല്ല വെതറാണ്, നല്ല സണ്ണി ആയിട്ടുള്ള വെതറായിട്ട് നമ്മൾ അതൊക്കെ ആസ്വദിച്ച് അങ്ങ് ചെറുക മുന്നോട്ട് പോവുകയാണ്. ഹൈവേയുടെ കാഴ്ചകൾ മനോഹരമാണ്. ഓരോ സ്ഥലത്തും മാറി മാറി വരുന്ന കാഴ്ചകൾ നമുക്ക് കണ്ട് മുന്നോട്ടങ്ങ് പോകാം. ഇവിടോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ആ ഹൈവേയുടെ സ്വഭാവമൊക്കെ മാറി കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് വന്നു. ഒരു ടണലിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു കാഴ്ച കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ആ ഒരു മൗണ്ടൻ കണ്ടോ. ഈ സമ്മർ ആയതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ സ്പീഡ് ലിമിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം 100 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും 110, 120 ഒക്കെയാണ് ഡ്രൈവ് ചെയ്തത് വഴി പോവാം. അപ്പോൾ സമ്മറിൻ്റെ വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ബോട്ടൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ കുറേ അധികം RV ഒക്കെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു ഹൈവേയിൽ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇനിയിപ്പോൾ അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുക നാട്ടിൽ ഇറങ്ങിയിട്ട് വേണം നമുക്കൊരു കാപ്പി കുടിക്കാൻ. ഒരു മനോഹരമായ ഒരു താഴ്വാരം കണ്ടോ. നമ്മളൊരു ഇറങ്ങിയാണ് ചെല്ലുക. ഇവിടെ നിന്നാണ് നമ്മൾ ക്യാംലൂപ്സും കലോണയൊക്കെ തിരിഞ്ഞു പോവുക. അപ്പോൾ നമ്മൾ ക്യാംലൂപ്സ് പോകണമെന്നുണ്ടെങ്കിൽ നേരെ പോകണം, കലോണ പോകണമെന്നുണ്ടെങ്കിൽ വലത്തേക്ക് എക്സിറ്റ് എടുത്ത് പോകണം. ദൂരത്തായിട്ട് കാണുന്ന ആ കുഞ്ഞൊരു ടൗൺ ഉണ്ട്, അതിൻ്റെ പേരാണ് മെർറ്റ്. അവിടെ ചെന്നിട്ടൊരു കാപ്പി കുടിക്കണം, അതാണ് പരിപാടി. അപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് എന്ത് കാപ്പി എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിക്കും. ആ കാപ്പിക്ക് ഒരു പ്രത്യേക വൈബാണ് ഗൈസ്. നമ്മുടെ ഇവിടുത്തെ ടിം ഹോട്ടൽസ് തപ്പിയാണ് നമ്മുടെ യാത്ര. സ്ട്രോബെറി സ്മൂത്തിയാണ് ഞാൻ മേടിച്ചത് കേട്ടോ, കാപ്പിയൊന്നും അല്ലായിരുന്നു. അവിടെ എല്ലാ ടൈപ്പ് സാധനവും ഉണ്ട്, കോൾഡ് കോഫിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലൊരു സ്മൂത്തിയൊക്കെ കഴിക്കാൻ വെളിയിൽ നല്ല അത്യാവശ്യം നല്ല ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. അവിടെ എന്നത്തെ പോലെ നല്ല തിരക്കുമാണ്. അതും കഴിച്ച് നമ്മൾ നേരെ ഹൈവേയിലേക്ക് വീണ്ടും കയറി നമ്മളിപ്പോൾ കലോണ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യൂ കണ്ടോ, പൊളിയല്ലേ. ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ സൈഡിലായിട്ട് ചെറിയ തടാകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ആസ്വദിച്ച് നമ്മളിങ്ങനെ ഹൈവേ കൂടെ പോവാണ്. ഹൈവേയിലെ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളാണ് ഏറ്റവും
പ്രധാനമായിട്ട് വരിക കെലോണ. നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. കെലോണയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുക. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പം കടന്നു പോയിട്ടുള്ളത്. താഴേക്ക് ഇറങ്ങിയാണ് കെലോണ. ആ ഒരു ഒക്നാഗൻ വാലിയുടെ ഭംഗിയും ആ ലേക്കൊക്കെ ഉണ്ടല്ലോ, ഒക്നാഗൻ ലേക്കൊക്കെ നമ്മൾ താഴെ കാണുന്നത്. അപ്പം ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമ്മളിതാ ഇങ്ങനെ ആ ഒരു ബ്രിഡ്ജ് കയറാൻ പോവാണ്. ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ കെലോണയുടെ ഡൗൺ ടൗണിലേക്ക് എത്തുക. നമുക്ക് ഈ കെലോണ ഡൗൺ ടൗണിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കെലോണയുടെ കാഴ്ചകൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ മുമ്പുള്ള വീഡിയോയിൽ കിടപ്പുണ്ട്, കെലോണ ട്രിപ്പിൻ്റെ. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ കാണാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ക്വിക്കായിട്ട് ഇതാ ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ബൊഫയിലേക്ക് പോകാം. ഏഷ്യൻ പെയർ ബഫറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഇന്നത്തെ ബൊഫെ കഴിക്കാൻ പോവുക. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ്. റിവ്യൂ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. കുറേ അധികം സീ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബൊഫെ പിക്ക് ചെയ്യാൻ കാരണം. നമ്മൾ ഏഷ്യൻ പെയർ ബൊഫയിൽ എത്തിയിരിക്കുകയാണ്. ഇതാ അവിടെ ആയിട്ടാണ് ഫുഡ് കൗണ്ടേഴ്സ്. ഓരോ ഫുഡായിട്ട് കണ്ടുവരാം. സ്റ്റാർട്ടിങ് ഇതാ ഇവിടെ സ്പ്രിംഗ് റോളാണ്. അത് കഴിഞ്ഞ് ഇതാ ഗ്രിൽഡ് പോർക്ക് ഡിംപ്ലിനാണ്. അത് കഴിഞ്ഞ് ഇതാ തൊട്ടിപ്പുറത്ത് ചിക്കൻ, പീസ് മിക്സ്ഡ് വെജിറ്റബിൾ, ഡ്രൈ ഗാർലിക് റിബാണിത്, സ്വീറ്റ് ആൻഡ് സോർ പോർക്ക്, പിന്നെ ഇതാ ചൗമീൻ, അത് കഴിഞ്ഞ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് സൂപ്പുണ്ട്. 2 ടൈപ്പ് സൂപ്പുണ്ട്. ഒന്ന് സ്പൈസി ആയിട്ടുള്ളതുണ്ട്, ഒന്ന് സോറായിട്ടുള്ളതുണ്ട്. ഇതായി കൗണ്ടർ സൈഡിലായിട്ട് നമുക്ക് സോയാ സോസ് കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അടുത്ത കൗണ്ടറിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ പ്ലേറ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ നേരെ വരുന്നത് ഷിങ്കായി നൂഡിൽസാണ്. അതേപോലെ തന്നെ മിക്സ്ഡ് വെജിറ്റബിൾ, ഇതാ ബ്രക്കോളിയൊക്കെ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഇത് ബാർബിക്യൂ റിബ്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് സ്ട്രിമുണ്ട്. നല്ല വെജിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഒരു ഗ്രീൻ പെപ്പർ കിടപ്പുണ്ട് അതിനകത്ത്. ഇതാണ് നമ്മുടെ സ്റ്റാർ ക്രാബ്. ഇവിടെ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഗ്രിൽഡ് ഫിഷ്, അതൊക്കെ വലിയ പീസസാണ്. ഇവിടെ ആയിട്ട് നമുക്ക് കോണുണ്ട്, അതേപോലെ സ്മാഷ് പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഗ്രേവി ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഇതാ ഈ സൈഡിലായിട്ട് നമുക്ക് റിബ്സ് ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്കത് എടുത്തിട്ട് പോകാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് വാഫേഴ്സ് വിത്ത് ഹണി സോസ് ഉണ്ട്. പിന്നെ അതുപോലെ കുക്കിയൊക്കെ ആയിട്ടാണ് വരിക. കോക്കനട്ട് ബണ്ണ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ പിസ്സയുണ്ട് ഇവിടെ ആയിട്ട്. അതുപോലെ ബീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ടെമ്പൂറയുണ്ട്, അതേപോലെ തന്നെ ടോഫു ഉണ്ട്. ഇവിടെ ആയിട്ട് ബനാന വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് നമ്മൾ ഡെസേർട്ട് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ജെല്ലി, ചോക്ലേറ്റ്, അങ്ങനെ നമ്മുടെ പേസ്ട്രിയൊക്കെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി ട്രൈ ചെയ്ത് നോക്കണം. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സാണ്. വാട്ടർമെലന്, സ്ട്രോബെറി, അതേപോലെ തന്നെ ആപ്പിള്, പെയറൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കൗണ്ടറാണ്, സൂഷി കൗണ്ടറാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ടൈപ്പ് സൂഷി ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിതൊക്കെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പാസ്തയുണ്ട്, കട്ട് വെജിറ്റബിൾസ് ഉണ്ട്, കുറേ എല്ലാ വെറൈറ്റിയും ഉണ്ട്. അതേപോലെ പിക്കിള്, ഒലിവ്, അതേപോലെ ഗ്രീൻ ലെറ്റൂസ്, പിന്നെ സൈഡായിട്ട് വരുന്ന ഡ്രസ്സിങ്സ് ഒക്കെ ഇവിടെ സൈഡിൽ അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു കൗണ്ടർ. നമ്മളൊരു സ്പ്രിംഗ് റോൾ എടുത്തുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. ഒത്തിരി ഫുഡുള്ളതുകൊണ്ട് ഞാൻ ഈ പോർക്ക് എടുക്കുന്നില്ല. തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ഇതാ ചിക്കനുണ്ട്. ഒരു സ്വീറ്റായിട്ടിരിക്കുന്ന ചിക്കനാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ ഒരു 2 പീസ് എടുത്തേക്കാം അല്ലേ. ഇപ്പോഴത്തെ ബീഫ് മിക്സ്ഡ് വെജിറ്റബിൾ ആണ്. അപ്പോൾ ഇതിൽ ബീഫ് തപ്പിയെടുക്കണം നമ്മൾ. ബീഫ് ചെറിയ സ്ലൈസായിട്ടാണ് ബീഫ് ഇട്ടിരിക്കുന്നത്. ബീഫും കുറച്ചൊരു വെജിറ്റബിളൂടെ നമുക്ക് എടുക്കാം അല്ലേ.
ഇതാണ് നമ്മുടെ ഡ്രൈ ഗാർലിക് റിബ്സ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സ്വീറ്റ് സോർ പോർക്കാണ്, ഞാനത് എടുക്കുന്നില്ല. ഇവിടെ കുറച്ച് ചൗമീൻ എടുക്കാം. അല്ല, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഒരു പീസ് എടുത്തേക്കാം. സ്വീറ്റ് സോർ പോർക്ക് എടുത്തില്ല എന്ന് വേണ്ട, അത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഫുഡ് ആദ്യത്തെ റൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഈ ഗാർലിക് റിബാണ്, ഇങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, വളരെ ക്രിസ്പി ആയിട്ട് ഔട്ട് സൈഡ് ഉണ്ടോ, പൊളി സാധനം. ഇതിലൊന്നിനും ഡിപ്പിംഗ് സോസ് ഒന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഇത് പൊടിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ചിക്കനാണ്. ആ ഒരു നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്, ഒരു സ്വീറ്റ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്ലേവർ പറഞ്ഞാൽ നമ്മുടെ ഒരു മാംഗോ ചിക്കനൊക്കെ കഴിക്കണേ, അതൊക്കെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സാധനം. ഇതാണ് ബീഫ് വിത്ത് വെജിറ്റബിൾ, ചെറിയ പീസാണ്. വെൽ കുക്ക്ഡ്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനോട് നല്ല വെജിറ്റബിൾ കൂടിയാണ് അത് വരിക. പൊളി. ഇനി നമ്മുടെ ഇതാണ് സോർ സ്വീറ്റ് പോർക്കാണ്. നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കൻ പോർക്കാണ് ഔട്ട് സൈഡ്. എല്ലാം നല്ല ഡീപ്പ് ഫ്രൈഡ് ആണ്. പോർക്കിൻ്റെ ടേസ്റ്റിനൊക്കെ കൊണ്ടും അതിൻ്റെ ഔട്ട് സൈഡ് വന്നിരിക്കുന്ന ആ ഒരു കോട്ടിങ് ഇല്ല, നന്നായിട്ട് കിട്ടുന്നത്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ടേസ്റ്റ് ചെയ്യാനുണ്ട് ഈ റൗണ്ടിൽ. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഈ സ്പ്രിംഗ് റോള് കുറച്ചുകൂടെ നന്നാകാനുണ്ട്. അത് ഫില്ലിങ് നോക്കൊണ്ട് അത്ര രസമായിട്ട് തോന്നുന്നില്ല. ചൗമീനും നല്ലതാണ്. നമ്മുടെ ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് ഈ സ്പ്രിംഗ് റോൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി ടേസ്റ്റ് കുറവായിട്ട് തോന്നുന്നു, ബാക്കിയുള്ള സാധനം പൊളിയാണ്. നമ്മൾ രണ്ടാമത്തെ കൗണ്ടറിൽ ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താ ഇവിടെ ആയിട്ട് നൂഡിൽസ് ഉണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾ ഉണ്ട്. നമ്മളിപ്പോൾ ഇതാ ഇവിടുന്ന് ഈ റിബേൽ സ്റ്റാർട്ട് ചെയ്യണം. ഇതാ ഒരു റിബിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ബാർബിക്യൂ റിബാണ്. പിന്നെ ഇതാ അടുത്തായിട്ട് നമ്മുടെ സ്ട്രിം. ഇനിയിപ്പോൾ ആണ് നമ്മുടെ ക്രാബ്. ഇതാ എങ്ങനെ ഇത് കഴിക്കണമെന്നോ എങ്ങനെ അതിൻ്റെ പരിപാടി എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാനിതാ ഒരു ക്രാബ് എടുത്തിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഗ്രിൽഡ് ഫിഷാണ്. ഗ്രിൽഡ് ഫിഷ് നമുക്കിതാ ഇവിടെ നിന്ന് നല്ല ബോൺലെസ് ആണല്ലോ, അതങ്ങോട്ട് ഈ സൈഡിലേക്ക് വെക്കാം അല്ലേ. ഇവിടെ ആയിട്ട് നമുക്ക് സ്മാഷ് പൊട്ടറ്റോ ഉണ്ട്, ഒരു ശകലം എടുത്തേക്കാം. റിബിൻ്റെ കൂടെ ഒക്കെ പോകാൻ നല്ലതായിരിക്കും. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതാ കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്രിൽഡ് ഫിഷിൽ അങ്ങ് തുടങ്ങാം. ബാസയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കഴിച്ചു നോക്കാം. ഒരു ചെറിയ പെപ്പർ, അതേപോലെ സോൾട്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഫിഷിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്, നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനം. അടുത്തേക്ക് നമ്മുടെ റിബ് കഴിക്കാം, കൈവച്ച് തന്നെ കഴിക്കാം അല്ലേ. പോർക്ക് റിബാണ്, നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോസാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്.
ബാർബിക്യൂ സോസിനകത്ത് തന്നെ എന്തോ കുറച്ച് മധുരം കൂടുതൽ പോലെ എനിക്ക് തോന്നുന്നു. മീറ്റൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആണ്. സ്ട്രിം നമ്മുടെ കൊഞ്ച് ഇതാ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സ്പൈസസും ഇല്ല, ജസ്റ്റ് ഒരു ഓയിൽ മാത്രമാണ് സൈഡിലുള്ള. ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കൈവച്ച് കഴിക്കുകയാണ്. ഇതാ ഇങ്ങനെയാണ് ഇത് വരിക. ഇത് പുറത്ത് ഷെല്ലുണ്ട്, ഷെല്ല് കൂട്ടി വേണേൽ കഴിക്കാം, ഷെല്ലില്ലാതെ കഴിക്കാം. ഞാൻ ഷെല്ല് റിമൂവ് ചെയ്താണ് കഴിച്ചത്. റബ്ബറിഷ് ഫീലൊന്നുമില്ല, നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്, നല്ല രുചിയുണ്ട്. ഇതാണ് നമ്മുടെ ക്രാബ്. ഈ രീതിയിലാണ് ഒരു പീസ് കിട്ടിയിരിക്കുന്നത്. നീ ഇത് തല്ലി പൊട്ടിച്ചൊക്കെ വേണം ഇതിൻ്റെ മീറ്റ് കഴിക്കാൻ. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ശരിക്കും ഇത് ഓപ്പൺ ചെയ്യണേൽ നമുക്ക് അതിൻ്റെ ഓപ്പണറൊക്കെ തരേണ്ടതാണ് തല്ലി പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു കാലിൽ പിടിച്ച് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. മീറ്റ് ഒന്ന് എടുത്തു നോക്കാം. കൊള്ളാം. പ്രൈം റിബ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ പ്ലേറ്റ് ഒന്ന് കാണിക്കാം. ഇതിനകത്ത് നമുക്കൊരു വലിയൊരു റിബുണ്ട്. നമുക്ക് വേണേൽ കുറച്ച് പെപ്പറൊക്കെ ഇടാം. പ്രത്യേകിച്ച് വലിയ സ്പൈസസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ കോട്ടിങ്. തൊട്ട് സൈഡിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്മാഷ് പൊട്ടറ്റോ ആണ്. സ്മാഷ് പൊട്ടറ്റോയും ഇതും കൂടെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രൈഡ് ബീഫ് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്. പെർഫെക്റ്റ് കുക്കിംഗ് ആണ്. അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ചെറിയ ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പെപ്പറിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഇപ്പോൾ നമ്മളിട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ റിയൽ ബീഫ് നമ്മൾ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇത്രയും വലിയൊരു റിബിൻ്റെ പീസാണ്. അപ്പോൾ ഇതോടൊന്ന് ടേസ്റ്റ് ചെയ്യാം. പൊളിയ ടേസ്റ്റ്. നമ്മൾ സാറിന് ഈ മസാലയൊക്കെ ഇട്ട് കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതിനകത്തുള്ള ആ ഒരു നെയ്യൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലൊരു ഫീലായിട്ട് കിട്ടുന്നുണ്ട്. ഓവർ കുക്ക്ഡ് അല്ല, എന്നാൽ വെൽ കുക്ക്ഡ് ആണ്. പ്രത്യേകിച്ച് സോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് സൂഷി. സൂഷി നമ്മൾ വസാബി എടുത്തിട്ടുണ്ട് ആ എരിവിന് വേണ്ടി. ഇതെല്ലാം പല ആണ്. ന്യൂയോർക്ക് സൂഷി, അങ്ങനെ പല ഇനമുണ്ട്. ഓരോന്നായിട്ട് അങ്ങ് ട്രൈ ചെയ്യുകയാണ്. നല്ല പൊളിയാണ്. എല്ലാത്തിനകത്തും ഫിഷാണ് ഫ്ലേവർ വരുന്നത്. അവക്കാഡോ ഉണ്ടെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കാം. പൊളിയായിട്ടുണ്ട്. എല്ലാ സ്റ്റിക്കി റൈസും ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവറുമാണ്. ഓരോ രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓരോന്നും ഓരോ പേരിലാണ്. ഈ സൂഷി പൊളിയായിരുന്നു കേട്ടോ. റൈസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രൈഡ് സ്ട്രിം ഉണ്ട്, അവക്കാഡോ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ ഉണ്ട്, എനിക്ക് തോന്നുന്നു കുക്കുംബറാന്ന് തോന്നുന്നു. ആ ഒരു ടേസ്റ്റാണ് കയറി വരുന്നത്. പൊളിയാണിത്. സൂക്ഷിച്ച് നമുക്ക് 1-2 പീസ് കഴിയുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടാണ് തോന്നുന്നത്. അത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ട് സാധനം. ബൊഫയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാനെടുത്തത് ഐസ്ക്രീമാണ്. ഇതിനകത്ത് വാനില ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് മിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. വാനില ഐസ്ക്രീം, പേസ്ട്രി ഉണ്ട്. പേസ്ട്രി ഇതൊരു കോഫി ഫ്ലേവർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാ ഇങ്ങനെ നല്ല സ്വീറ്റ് ആയിട്ടിരിക്കുന്നത്, പക്ക കോഫി ഫ്ലേവർ ആയിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു പേസ്ട്രിയാണ്. അടുത്ത് ഇതാ ഒരു വാനിലയാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വാനില ഫ്ലേവർ, കസ്റ്റാർഡ് പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതാ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുറേ അധികം ഫ്രൂട്ട്സും നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഈ വാനില ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് പൊളി നല്ല കിഡ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കാലിഫോർണിയ വരുവാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. പ്രൈസ് വരുന്നത് നമുക്ക് ഒരാൾക്ക് $34 പ്ലസ് ടാക്സ് ആണ് വരിക. 3 o'clock ശേഷം, 3 o'clock മുമ്പാണെങ്കിൽ $27 സംതിങ് ആണ് വരിക. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ $71 ആണ് ഇതിന്റെ ബില്ല് വന്നിട്ടുള്ളത്. അത്യാവശ്യം പ്രൈസിയാന്ന് പറയാം, പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം ഫുഡ് ഉണ്ടായിരുന്നു. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞതാ നമ്മൾ വെർണനിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് നമ്മളുടെ ഇന്നത്തെ താമസം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. കലോണ ടൗണിലൊക്കെ നല്ല
തിരക്കുള്ള സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല കത്തി റേറ്റൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നല്ലോ ഇന്ന് രാവിലെ തീരുമാനങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ അതുകൊണ്ട് വെർണറിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ കിട്ടി. അവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വെർണറിലെത്തും. അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. താഴെയായിട്ട് കാണുന്ന ആ ലേക്കും പിന്നെ ഈ മുകളിലായിട്ട് കാണുന്ന ഈ ചെറിയ കുന്നും ചെരുവിലൂടെയുള്ള ഈ വഴിയൊക്കെയാണ് ഈ ഒരു യാത്രയുടെ ഭംഗി. നമ്മളിങ്ങനെ വെർണനെത്തി. ഇത് അത്ര വലിയൊരു സിറ്റി അല്ല, എന്നിരുന്നാലും താരതമ്യേന വലുപ്പമുള്ളൊരു സിറ്റി തന്നെയാണ്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കൂടുതലായിട്ടും ഫാമും വൈനറീസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് ദിവ്യ സുഖ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ താമസിച്ചതിന് ശേഷം നാളെ നമ്മൾ ആപ്പിൾ പിക്കിംഗ് ഒക്കെ വരുന്ന ആണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ വരിക. അപ്പോൾ ഉടനെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന മനോഹരമായ ആപ്പിൾ ഫാമും കുറേ അധികം കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയുള്ളതാണ് രണ്ടാം ദിവസം. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.